എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഈ അമേരിക്ക ഇസ്രായേലിൻ്റെ അതീവ ഗൂഢമായ തന്ത്രം ഇറാനിൽ ചെന്ന് പരാജയപ്പെട്ടിരിക്കുകയാണ്. 100% പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിമാരകമായിരുന്നു. എന്ന് വെച്ചാൽ ഒരൊറ്റടിക്ക് ആ രാജ്യത്തിൻ്റെ തറവാടിൻ്റെ തറക്കല്ല് ഇളക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് പ്രക്ഷോഭകാരികൾ ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ജൂൺ മുതൽ തന്നെ ഈ ഇസ്രായേലിന് അടി കിട്ടിയല്ലോ ഇറാന്റെ അടുത്ത്, ആ സമയത്ത് തന്നെ ഇവർ പദ്ധതി ഇട്ടതാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇറാനെ വെറുതെ വിടാൻ പോകുന്നില്ല, അത് ഇപ്പൊ തന്നെ പദ്ധതി ഇടണം. എന്നാൽ മാത്രമാണ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഇറാനെ മൊത്തത്തിൽ തകർക്കാൻ കഴിയുള്ളൂ എന്നുള്ള ആ ഒരു മനസ്സിലാക്കലില്ല, തിരിച്ചറിവിൽ നിന്ന് വന്ന ആ ഒരു തീരുമാനമാണ്. ഇതാദ്യം തന്നെ എവിടൊക്കെയോ വെച്ചിട്ട് ഈ ആൾക്കാർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അത് ഇറാന്റെ ഉള്ളിലാവാം, പുറത്താവാം. മാത്രമല്ല ഒരുപാട് വൻകിട ബിസിനസ്മാൻമാരിനെ വരെ ഈ ഒരു ഇസ്രായേലികൾ, അമേരിക്കക്കാർ അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട്. ഫണ്ടിങ് വരെ ഇറാന്റെ അകത്തുള്ള ആളുകളെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. അത്രക്കും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പക്ഷെ ആ ഒരു രാജ്യത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നത് കൊണ്ട് അതിപ്പോ എല്ലാ തരത്തിലും 8 നിലയിൽ പൊട്ടുക എന്ന് പറയും, അങ്ങനെ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ആക്രമണത്തിന്റെ രീതി എങ്ങനെ ആയിരുന്നു എന്ന് ഇപ്പോ ഓരോ ദിവസം അവർ അവിടുത്തെ സർക്കാർ, ഇറാനത്തെ സർക്കാർ വീഡിയോകൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കാണിക്കുന്നത് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് പുറത്തിറക്കിയിട്ട് അപ്പൊ തന്നെ കഴുത്തറുത്തിട്ട് കൊല്ലുകയാണ്. സർക്കാരിനെതിരെയാണ് പ്രതിഷേധമെങ്കിൽ ഈ ആളുകളുടെ കഴുത്തൊക്കെ, നിരപരാധികളുടെ കഴുത്തൊക്കെ അറുത്ത് കൊല്ലേണ്ട ആവശ്യം എന്താണുള്ളത്? ശരിക്കും പറഞ്ഞാല് സിറിയയിലൊക്കെ കാണുന്ന പോലത്തെ ഇസീസ് ഭീകരന്മാരുണ്ടല്ലോ, ഇസ്രായേലി അമേരിക്കക്കാരുടെ തീവ്രവാദികൾ, അവർക്ക് ക്രൂരത പറഞ്ഞ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടുണ്ടാവില്ല. അവര് ആണെങ്കിലോ മുസ്ലിങ്ങളെ കൊല്ലുന്നതിൽ അവർ ഭയങ്കര എക്സ്പേർട്ടുമാണ്. അങ്ങനെയാണ് കൊല്ലുന്നത് ഇറാന്റെ ഉള്ളിൽ. എന്തായാലും ഇപ്പോ ഓരോ ഭാഗത്തുനിന്നും അടിച്ച് വാരി തൂത്ത് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ കച്ചറയും. കച്ചറ എന്ന് ഉദ്ദേശിക്കുന്നത് മൊസാദ് ചാരന്മാരനെ, അതുപോലെ തന്നെ ആ രാജ്യത്തിനുള്ള ചാരന്മാരനെ ഉദ്ദേശിക്കുന്നത്, ഈ ഇറാന്റെ ഉള്ളിലുള്ള ചാരന്മാരനെ ഓരോരുത്തരനെ നോട്ട് ചെയ്ത് വെച്ച് വീഡിയോയിൽ പെട്ട ആൾക്കാരും അല്ലാത്ത ആൾക്കാരും പിന്നെ അവരുടെ ഡിജിറ്റൽ തെളിവുകളൊക്കെ വെച്ച് ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ട് ഒരു അവസരം പോലും കൊടുക്കാതെ എല്ലാവരെയും തൂത്തുവാരി ജയിലിൽ കൊണ്ടുപോയിടുകയാണ്. പിന്നെ അവിടെ നിന്ന് വധശിക്ഷക്കാണ് വിധിക്കുന്നത്. അവിടുത്തെ സുപ്രീം കോടതി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എല്ലാവർക്കും വധശിക്ഷയാണ്, വേറെ ഒരു ശിക്ഷ അവിടെ ഇല്ല. അപ്പൊ അങ്ങനെ ഇപ്പോ ഡൊണാൾഡ് ട്രംപ് അവിടെ ഒരു മൂപ്പരുടെ ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? അതായത് അവിടുത്തെ പ്രതിഷേധകരെ ഇറാനിയൻ സർക്കാർ ശിക്ഷിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എപ്പോ ഉറപ്പ് കൊടുത്തു? വെറുതെ എന്നാണ് പറയണേ. ട്രംപിന് ഉറപ്പ് കൊടുക്കാൻ എന്താ ട്രംപാണോ? ഇറാനത്തെ പിന്നെ ഭരണാധികാരി പ്രസിഡന്റ് മൂപ്പരാണോ? വെറുതെ ജാളിത മറക്കാൻ വേണ്ടിട്ട് തോറ്റു തുന്നമ്പാടി യുദ്ധം നടന്നില്ല. അത് കണ്ടപ്പോ പിന്നെ പിന്മാറേണ്ടി വന്നു. കാരണം അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായല്ലോ. അത് കണ്ട് പിന്മാറേണ്ടി വന്നപ്പോ ഇപ്പോ എന്താ ചെയ്യുന്നത്? പോസ്റ്റുകൾ ഇട്ടിട്ട് സ്വന്തം പ്രതിച്ഛായ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്വഭാവം ഇയാൾക്കുണ്ട്, സ്വന്തം പ്രതിച്ഛായ നന്നാക്കും. ഞാനാണ് വെനിസുലത്തെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ടീമാണ് മൂപ്പര്. ഇനിയിപ്പോ ഇറാന്റെയും പ്രസിഡന്റ് ആയോ? അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇറാനത്തെ സർക്കാർ ഇനി പ്രക്ഷോഭകരെ പിന്നെ ശിക്ഷിക്കില്ല, പിടിക്കില്ല എന്നൊക്കെ ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയണം. എന്ത് സന്തോഷം? അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഇറാൻ ആംഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്വിറ്റർ ഹാൻഡിൽ ഉണ്ട്. അതിൽ വന്ന ഒരു മറുപടി ഇങ്ങനെയാണ്, ട്രംപിനുള്ള മറുപടിയാണ്, ട്രംപിനെ ടാഗ് ചെയ്തുകൊണ്ടുള്ള മറുപടിയാണ്. എന്താ പറഞ്ഞത്? ഇറാനിലെ കൊലപാതകികൾക്കും ബലാത്സംഗികൾക്കുമുള്ള ശിക്ഷ വധശിക്ഷയാണ്, അല്ലാതെ അമേരിക്കയിലെ പോലെ കുട്ടികളെ പീഡിപ്പിച്ചവരെ പിടിച്ചിട്ട് പ്രസിഡന്റ് ആക്കലല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പരിഹസിക്കുകയാണ്. അപ്പോൾ പ്രക്ഷോഭകർ എന്ന് പറയുന്നത് കൊലപാതകികളൊക്കെ ആണല്ലോ, അപ്പൊ അവരെ വധിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ പറയുന്നത്. പിന്നെ കുട്ടികളെ പീഡിപ്പിച്ച ആള് അതാരാണ്? ട്രംപ്. എപ്സ്റ്റൈൻ ഫയലിലൊക്കെ കുടുങ്ങിയ ആളല്ലേ. എത്രയോ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പുറത്തുവിടാതെ മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുപോലത്തെ ആളാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. അത് ഇറാനിൽ ഒരിക്കലും ആകുക അസാധ്യമാണ് എന്നാണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോ ട്രംപിന്റെ ഈ ജൽപ്പനങ്ങളൊക്കെ വെറുതെയാണ്. ഇറാനിലെ അധികാരികൾക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത് പ്രക്ഷോഭകരെ കൊണ്ട് എന്നറിയാം. അത് അവർ ചെയ്യും. അത് ട്രംപ് ഉടനെ എവിടെയെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതും ട്രംപ് ഇറാൻ നശിക്കണേന്ന് 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് ഇപ്പോൾ ഇറാന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒരു സീനിയർ ആയിട്ടുള്ള ഇറാനിയൻ സൈന്യത്തിന്റെ ഒരു തലവൻ മുഹസൻ റസായർ പറഞ്ഞിട്ടൊരാള് മൂപ്പർ പറയാണ്,
ഈ അമേരിക്ക മനസ്സിലാക്കുന്നില്ല അവരാരുമായിട്ടാണ് കളിക്കുന്നത് എന്ന്. ഇഫ് വി സ്റ്റാർട്ട് മൂവിങ്, ഞങ്ങളൊന്ന് മുന്നോട്ട് അടിവെച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു ചർച്ചക്കോ സന്ധിക്കോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സന്ധി അതിനൊന്നും ഞങ്ങൾ തയ്യാറാവില്ല. വെടിനിർത്തലൊന്നും പറഞ്ഞ് പിന്നെ വരരുത് എന്ന് ഇപ്പൊ തന്നെ ഉറപ്പെടുത്തുകയാണ്. കാരണം വല്ലാതെ കിട്ടുമ്പോഴാണ് ഈ പാശ്ചാത്യർ സന്ധിയായിട്ട് വരിക. ഇല്ലാന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കൊന്നൊടുക്കി ആ രാജ്യം വിഴുങ്ങുക ചെയ്യുക. അപ്പൊ ഇനി സന്ധി ഗിന്ധി നന്നായിട്ട് വരണ്ടെന്നാണ് പറയുന്നത്. ISRG, ആർമി, ഡിഫൻസ്, മിലിറ്ററി, പോലീസ് ആൻഡ് ബസീജ് ആർ ഫുള്ളി റെഡി ഇൻ പൊസിഷൻ ആൻഡ് വെയിറ്റിംഗ് ടു റെസ്പോണ്ട്. അത് ഞങ്ങളുടെ എല്ലാ സൈനിക ഏജൻസികളും തയ്യാറാണ്, ഏത് രീതിയിൽ വേണോ ആ രീതിയിൽ പ്രതികരിക്കാൻ എന്ന് പറയാണ്. അപ്പോൾ അതും ഒരു ഓർമ്മപ്പെടുത്തലാണ് ട്രംപിനുള്ള. അപ്പൊ എന്തായാലും സത്യം പറഞ്ഞ ട്രംപ് യുദ്ധത്തിലേക്ക് തന്നെ ആയിരുന്നു മിനിഞ്ഞാന്ന് തീരുമാനമെടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ തരികട കളിച്ചുകൊണ്ട് വേറെ കാരണങ്ങൾ പറയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇറാനിൽ ഇപ്പോൾ എല്ലാ തീവ്രവാദികളെയും മൊസാദ് അരിച്ച് പെറുക്കാന്ന് പറഞ്ഞല്ലോ. അങ്ങനത്തെ അരിച്ച് പെറുക്കലിൽ കിട്ടിയതാരും അറിയോ? നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. അവിടുത്തെ ഏഴാമത്തെ പ്രസിഡന്റ് അല്ലോ ഹസൻ റോഹാനി, അയാളിനെ അറസ്റ്റ് ചെയ്ത് മൂപ്പരടക്കം ഈ ജനങ്ങളെ കുത്തി ഇളക്കി വിടുന്നതിൽ പങ്കാളിയാണ്, പ്രസിഡന്റ് ആയിരുന്ന ആളെ. അതുപോലെ തന്നെ ജവാദ് സാരിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പെഷിക്കാന്റെ മുന്നത്തെ ഒരു വൈസ് പ്രസിഡന്റ് ആണ്. ഇവരിനൊക്കെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇറാൻ ഹാസ് ഓൾസോ അറസ്റ്റഡ് ദ ബില്യണർ ആൻഡ് ഓണർ ഓഫ് ഫേമസ് സൈദീനിയ കാഫെ. ഒരുപാടൊരു കോഫി ഷോപ്പ് ഉണ്ട്. അതായത് ഭയങ്കര എന്താ പറയാ വലിയ ബിസിനസ് ഉള്ള ഒരു കോഫി ഷോപ്പാണ്. ഒരുപാട് ഫ്രാഞ്ചൈസിയും കാര്യങ്ങളായിട്ടുള്ള അതിലത്തെ ഉടമ ഒരു ബില്യണറാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന അയാളിനെ അറസ്റ്റ് ചെയ്തു. അയാളുടെ പേരാണ് മുഹമ്മദ് സൈദിനിയ എന്നാണ് ഇവരുടെ പേര്. ഇവരുടെ കയ്യിൽ നല്ല ക്യാഷ് ഉണ്ടല്ലോ. ഇവരെ കൊണ്ട് ഇറാനിനെ തകർക്കാൻ ഫണ്ട് ചെയ്യിച്ചു. എന്നിട്ട് പ്രക്ഷോഭകർക്ക് ആയുധങ്ങൾ കൊടുത്തു. എന്നുവെച്ചാൽ ഇസ്രായേലിനും അമേരിക്കക്കും ഒരു കേടുമില്ല, എന്ത് സംഭവിച്ചാലും അവർക്ക് പൊടി തട്ടി എഴുന്നേറ്റ് പോവാം. പക്ഷെ കുടുങ്ങുന്നത് ഇവന്മാരായിരിക്കും. ഇവരൊരിക്കലും രക്ഷപ്പെടാനും പോകുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കണം എങ്ങനത്തെ കളിയാണ് കളിച്ചത് എന്നുള്ളത്. ഇനി ഇവർക്ക് ഒരു വീണ്ടും വിചാരണക്കുള്ള സമയം പോലും ഇല്ല. ഇനി ഇവരുടെ കാത്തിരിക്കുന്നത് അല്ല, ഇവന്മാരൊക്കെ കാത്തിരിക്കുന്നത് മരണം മാത്രമാണ്. പ്രസിഡന്റ് വരെയാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അടുത്ത വാർത്ത ഇസ്രായേലികളെ കുറിച്ച് തന്നെയാണ്. പക്ഷെ തായ്ലാന്റിൽ നിന്നുള്ളതാണ്. എന്താണ്? അവിടെ ഭയങ്കരമായിട്ടുള്ള മയക്കുമരുന്ന് കാർട്ടൽ നടത്തുകയാണ് ഇസ്രായേലികൾ. അങ്ങനെ തായ്ലാന്റ് പോലീസ് ഒന്നിച്ച് പിടിച്ചിരിക്കുകയാണ് കുറെ ആൾക്കാരനെ, ഇസ്രായേലികളെ. അത് ടൂറിസ്റ്റിന്റെ ഒക്കെ വേഷം കെട്ടി വന്ന് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് അവിടെ എല്ലാവർക്കും മയക്കുമരുന്ന് സപ്ലൈ ചെയ്യണം. ഒരുപാട് സംഗതികൾ അവരുടെ പേരൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. സഹാർ പറഞ്ഞിട്ട് ഒരാൾ 33 വയസ്സ്. പിന്നെ മുപ്പര് അവിടെ എന്തൊരു ഫെസ്റ്റിവൽ ഒരു ബിസിനസ് മറ്റോ നടത്തുന്നുണ്ട്. പിന്നെ മിഷേൽ സെഷ്യൻസ് പറഞ്ഞിട്ട് 24 വയസ്സ്. ജെനിഫർ ലിവിഷിറ്റ് 23 വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാർ ഒക്കെ ഇസ്രായേലികളാ. അങ്ങനെ ലോകമെമ്പാടും അസമാധാനം പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി തീവ്രവാദികൾ. എന്നിട്ട് ഇവരിനെ പിന്തുണക്കാൻ ലോകത്തെവിടെ ആരുമില്ല, കേരളത്തിലുണ്ട് ക്രിസംഗി തീവ്രവാദികൾ, നിരീശ്വരവാദികൾ, എച്ചിൽ മുസ്ലിങ്ങൾ നാവ് നീട്ടി ഈ ഭീകരന്മാരനെ പിന്തുണക്കുകയാണ്. എന്നിട്ട് പിന്തുണക്കുക മാത്രമല്ല, മുസ്ലിങ്ങളോട് ഫൈറ്റ് ചെയ്യാണ് ഇവർക്ക് വേണ്ടിയിട്ട്, ഈ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട്. എത്ര ദാരുണമാണ് കാര്യം എന്ന് അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഈ ഇറാനുമായി ബിസിനസ് ചെയ്യുന്ന രാജ്യങ്ങൾക്കൊക്കെ കൂടുതൽ ചുങ്കം ചുമത്തിയും ഉപരോധങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, പ്രത്യേകിച്ച് ചൈനക്ക്. അപ്പൊ ചൈനയിലേക്ക് എൻവിഡിയുടെ ചിപ്പുകൾ ഞങ്ങൾ അയക്കില്ല, ഇറാനുമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് മനസ്സിലായി ചൈനയിലേക്ക് ഇത് വിതരണം ചെയ്തിട്ടില്ല, ഇത് അയച്ചിട്ടില്ലെങ്കിൽ ഈ അമേരിക്കയുടെ ബിസിനസ് സ്റ്റോപ്പ് ആവുമെന്ന് മനസ്സിലായി. അപ്പൊ ഉടനെ തന്നെ അവിടെ അമേരിക്കൻ ഒരു തീരുമാനം, എല്ലാ തീരുമാനം അവിടെ നിന്നാണ്. ചൈനയിലേക്ക് എന്തെങ്കിലും അയക്കണം എന്നൊക്കെ അവിടെ നിന്നാണ് പറയാം. ഉടനെ പറഞ്ഞ് അല്ലല്ല എൻവിഡിയുടെ ചിപ്പ് ചൈനയിലേക്ക് അയക്കണം, അത് ഞങ്ങൾക്ക് തടസ്സമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചൈന എന്താ പറഞ്ഞോ, ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു നിങ്ങളുടെ എൻവിഡിയുടെ ചിപ്പ് ഇങ്ങോട്ടൊന്നും അയക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം തീരുമാനിച്ച് അയക്കണ്ടെന്നുള്ളത്. എന്നാ പിന്നെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതൊക്കെയാണ് നട്ടലുള്ള നേതാക്കന്മാര്. അതേസമയം ഭാരതത്തിലെ ഒരു വിശ്വ എലിയുണ്ട്, പേടിത്തൊണ്ടൻ. ട്രംപ് എന്തെങ്കിലും പറഞ്ഞാൽ പ്ലീസ് സാർ പറഞ്ഞ് കരയാൻ തുടങ്ങും. അപ്പോ ഈ എന്താ പറയാ, ട്രംപ് പുലിവാല് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ എൻവിഡി ഇനി ചൈനയിൽ ചെലവാകൂല. കാരണം ആ രാജ്യം ഒരു തീരുമാനം എടുത്തതാണ്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബില്യണറിനെ അറസ്റ്റ് ചെയ്തു പറഞ്ഞില്ലേ, ഈ ഇറാനിലത്തെ കോഫി ഷോപ്പ് ഉടമ. മൂപ്പര് ഇനിയിപ്പോ ഈ വയസ്സാം കാലത്ത് കയറുമ്പോ കെട്ടി തൂങ്ങി എന്തൊക്കെ ചെയ്യുന്നു ആട് കണ്ട് വല്ലാത്തൊരു ഗതി തന്നെ. പിന്നെതാ
ഇറാൻ ഡിഫൻസ് മിനിസ്റ്റർ അതായത് പ്രതിരോധ മന്ത്രാലയം പറയാണ്, ഇറാനിലത്തെ മന്ത്രി പറയാണ്, പ്രതിരോധ മന്ത്രി, അതായത് പിന്നെ ഈ പ്രക്ഷോഭകർ ആണ് സാധാരണ നിരപരാധികളെ കൊന്നത്, അല്ലാതെ ഈ അമേരിക്കൻ ഇസ്രായേലിൽ ഇരുന്ന് പറയുന്ന നുണ പോലെയല്ല. അവർ പറയുന്നത് പോലീസുകാരെ വെടിച്ചു കൊന്നു എന്നാണ്. പിന്നെ എന്താ വെച്ചാല് സാധാരണ ജനങ്ങളെ നിരപരാധികളെ കൊല്ലുമ്പോൾ പോലീസർ നോക്കി നിൽക്കൂലല്ലോ, അക്രമകാരികളെ വെടിച്ചു കൊല്ലല്ലോ, അതൊക്കെ ഉള്ളതാണ്. അതൊന്നും ഇപ്പൊ പറയേണ്ടതും കാര്യമില്ല, അതെല്ലാ രാജ്യത്തുള്ളതാണ്. പക്ഷെ ഈ പ്രക്ഷോഭകാരികൾ എന്താ ചെയ്തറിയോ, അവർക്കുള്ള ആജ്ഞ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ആൾക്കാരെ കൊല്ലണം എന്നാണ്. അങ്ങനെ ഈ പ്രതിരോധ മന്ത്രി പറയാണ്, അവിടെ പ്രക്ഷോഭകരിൽ മരിച്ചവരുടെ മുഴുവൻ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ മനസ്സിലായത് ഇസീസ് ഭീകരന്മാരുടെ മോഡലിലാണ് കൊന്നത്. അതായത് ഇരുമ്പ് ദണ്ടായിട്ട് ഒരൊറ്റ അടിക്കാണ് ഓരോരുത്തരെ കൊന്നിട്ടുള്ളത്, രണ്ടാമത്തെ ഒരു അടിച്ചിട്ടില്ല, ആ ഒരൊറ്റ അടിക്കുന്ന ആള് മരിച്ചു വയ്ക്കുന്നത്. അങ്ങനത്തെ വേഗത കൂടിയ ആക്രമണമാണ് അഴിച്ചുവിട്ടത് എന്ന് പറയാണ്. പിന്നെ കഴുത്തറുത്ത് കൊല്ലലുണ്ട്, പിന്നെ കുട്ടികളെ കൊല്ലുന്നുണ്ട്. കുട്ടികളിലൊക്കെ ആരെങ്കിലും കൊല്ലുമോ? ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണെങ്കിൽ സർക്കാർ കേന്ദ്രങ്ങൾ തകർത്താൽ നമുക്ക് മനസ്സിലാക്കാം, വല്ല സർക്കാർ ബസ്സൊക്കെ കത്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഈ സാധാരണ കുട്ടികളിലൊക്കെ എന്തിനാ കൊല്ലുന്നത്? അപ്പൊ ഇതാ ഇസ്രായേലികളുടെ സ്വഭാവമാണ്. അപ്പൊ എവിടുന്നോ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, കുട്ടികളെയും സ്ത്രീകളെയും എല്ലാവരും കൊല്ലാനും അടിച്ചു കൊല്ലാനൊക്കെ ഉള്ള ട്രെയിനിങ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കലാപത്തിൽ പറഞ്ഞെടുക്കുന്ന വിളിക്കാത്രേ ബാക്കിയുള്ളവരിനൊക്കെ. അപ്പൊ അതില് ഒരാള് ചെന്നത്രേ, ഇതെന്തോ ഭയങ്കര സർക്കാരിനെതിരെ എന്തോ സംഭവിക്കുന്നത് തോന്നിയിട്ടേ, കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തീകിടല്ലേ. അപ്പൊ മുമ്പ് വിചാരിച്ച് ഇത് സർക്കാരിനെതിരെയുള്ള വലിയൊരു പ്രക്ഷോഭം, ഞാനും കൂടെ പറഞ്ഞ് കൂടി. ആ കൂടിയ അണ്ണത്തിനെ വെടിവെച്ച് അയാൾ മരിച്ചില്ല എന്നുള്ളു, അയാൾ ജീവനോട് രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു പറയണേ, ഞാൻ എന്താണോ വെച്ച് വിചാരിച്ച് ചെന്ന് നോക്കുമ്പോൾ എന്നെ തന്നെ വെടിച്ചു എന്ന്, അതാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞത്രേ, നിന്നെ കൊണ്ടൊരു ഗുണമൊന്നുമില്ല അവിടെ, അതുകൊണ്ട് നീ ചത്തടും ചാവെന്ന് പറഞ്ഞിട്ട് വയറ്റിന് വെടിച്ചെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അതിഭീകരന്മാരാണ് ഇറാനിലേക്ക് കയറി പറ്റിയിരുന്നത്. എന്തായാലും അവരുടെ ആത്മവിശ്വാസം കാരണം, അവരുടെ ഇച്ഛാശക്തി കാരണം, ഇറാനികളുടെ ഇച്ഛാശക്തി കാരണം ഇപ്പോൾ എല്ലാത്തിനെയും തൂത്തുവാരി പിന്നെ ജയിലിലേക്ക് എറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ട്രംപ് മൂപ്പരോട് ഇപ്പോൾ ഓവൽ ഓഫീസിലിരുന്ന് ഇങ്ങനെ ചോദ്യം ചോദിക്കലില്ല പണി, മൂപ്പരുടെ പണി അതാണ്. അപ്പോ ആരോ ചോദിച്ച്, പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴും അഭിപ്രായം ഉണ്ടോ ഇറാനി ജനങ്ങളെ അവിടുത്തെ സർക്കാർ കൊല്ലുകയായിരുന്നു തോന്നുന്നുണ്ടോ എന്ന്? അപ്പൊ ട്രംപ് പറയാണ്, ഈ ഇറാനിയൻ പോലീസുകാരനെ പ്രക്ഷോഭകാരികളും വെടിവെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ വീഡിയോ കാണിച്ചു കൊടുത്തേ, ഒരുപാട് രാജ്യങ്ങൾക്ക് ആ വീഡിയോ അയച്ചു കൊടുത്ത് ഇറാനിന്നേ. അപ്പൊ ഇതിൽ നുണ പറയാൻ പറ്റൂലല്ലോ. അപ്പൊ പറയണത്, അപ്പൊ സമ്മതിക്കാണ് അക്രമകാരികൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ട്രെയിൻഡ് തീവ്രവാദികളാണ്. അവർ അവിടുത്തെ പോലീസിനെ വെടിച്ചിട്ടുണ്ട്, പോലീസ് തിരിച്ചു വെടിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. പോലീസ് തിരിച്ചു വെടിവെക്കല്ലോ, പോലീസിനെ വെടിച്ചാൽ പിന്നെ അവരെന്താണ് അവിടെ ഉണ്ടാതിരിക്കോ? അപ്പൊ അത് പറയേണ്ട ആവശ്യമില്ല. പ്രക്ഷോഭകാരികൾക്ക് പോലീസിനെ വെടിവെക്കാനുള്ള അവകാശമൊന്നുമില്ല. അപ്പൊ അത് വെടിവെച്ചിട്ട് സമ്മതിക്കുകയാണ്. പിന്നെ റസാ പഹ്ലാവിനെ കുറിച്ചും പറഞ്ഞു. റസാ പഹ്ലാവി അയാള് പിന്നെ ഏബിൾ അല്ല, അയാൾക്ക് അതിനുള്ള കഴിവില്ല. ഇത് ഇറാനിലത്തെ ജനങ്ങളുടെ കയ്യിലെടുക്കാനുള്ള കഴിവൊന്നും ഇല്ലാന്ന് അതുകൊണ്ട് ട്രംപ് സമ്മതിക്കുകയാണ്. എന്നിട്ടോടെ പോസ്റ്റ് ഇട്ട ആൾ പറയാണ്, ഇറാനിലത്തെ ജനങ്ങൾ എന്ത് ചെയ്യണം വേണ്ടെന്നൊക്കെ ഇറാനി ജനങ്ങളെ തീരുമാനിക്കാം, അല്ല അമേരിക്കയിലത്തെ എവിടെയെങ്കിലും ഇരുന്നത് ആര് കുറച്ച് ആൾക്കാരെല്ലാം തീരുമാനിക്കാന്ന് പറയാണ്. തീരുമാനിക്കേണ്ട കാലം ഉണ്ടായിരുന്നു, ആ കാലമൊക്കെ പോയി. ഇപ്പൊ ഇറാഖിൽ എന്ത് സംഭവിക്കണം, ലിബിയയിൽ എന്ത് സംഭവിക്കണം, സിറിയയിൽ എന്ത് സംഭവിക്കണം, അഫ്ഗാനിസ്ഥാനിൽ എന്ത് സംഭവിക്കണം, ഇതൊക്കെ അമേരിക്കയിൽ നിന്നാണ് തീരുമാനിച്ചിരുന്നത്. ആ കാലം പോയി. ഇറാനിൽ എന്ത് തീരുമാനിക്കണം, എന്ത് നടക്കണം എന്നത് അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ശക്തന്മാരായിട്ടുള്ള നേതാക്കന്മാർ തീരുമാനിക്കും. അങ്ങനെ നടക്കുള്ളൂ. പിന്നെ ഇറാൻ ഹാസ് ഒബ്റ്റൈൻഡ് വേൾഡ് ക്ലാസ് ചൈനീസ് HQ-9B ആന്റി എയർക്രാഫ്റ്റ് മിസൈല്, യുദ്ധവിമാനങ്ങൾ അടിച്ചു വീഴ്ത്താനുള്ള മിസൈല് അതിപ്പോ ചൈന കൊടുത്തിരിക്കുകയാണ്. അതായത് ഇറാനിലേക്ക് ചൈനീസ് വിമാനങ്ങൾ ഇങ്ങനെ തുരുതുരേനെ പറന്നുകൊണ്ട് വരുന്നുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഒന്നര ആഴ്ചയായിട്ട്. അതിൽ പെട്ടതാ തോന്നുന്നുണ്ട് ഈ ബാറ്ററി, മൊത്തം മിസൈലിന്റെ ബാറ്ററികൾ ഇറാനിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇനി എങ്ങാനും മുമ്പത്തെ പോലെ 50 വിമാനമായിട്ടൊക്കെ ഇസ്രായേലികൾ ഒറ്റടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 50 എണ്ണത്തിനെയും തകർക്കാനുള്ള സജ്ജീകരണമുള്ള മിസൈലുകളാണ് ഇതൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കൂടി കണ്ടു വരച്ചിട്ടേ ക്യാൻസലാക്കിയതാണ് യുദ്ധം. എന്നിട്ട് ഇപ്പൊ വലിയ തള്ളിമറിക്കുക. പിന്നെ അതുപോലെ തന്നെ ചൈനയും ഇപ്പൊ ഹിറ്റ് ലിസ്റ്റിലാണ്. കാരണം ഇറാനെ ഇങ്ങനെ സഹായിക്കാണല്ലോ, ഉള്ളതിനും സഹായിക്കാണല്ലോ ഇറാനെ. അപ്പൊ അതുകൊണ്ട് ചൈനയുടെ എല്ലാ ഇതും പിന്നെ അവിടുത്തെ എല്ലാ സൈബർ ഇടങ്ങളും ഹാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ഇസ്രായേലികളും അമേരിക്കക്കാരും കൂടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ചൈന ഓർഡേഴ്സ് ഡൊമസ്റ്റിക് കമ്പനീസ്, കാരണം ചില ഡൊമസ്റ്റിക് കമ്പനികളെ പിന്നെ കുറച്ച് അത്രയധികം സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവരോടൊക്കെ പറഞ്ഞിരിക്കുകയാണ് നല്ല സെക്യൂരിറ്റി കൂട്ടാൻ, സൈബർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ, അത് പ്രത്യേകിച്ച് അമേരിക്കന്നും ഇസ്രായേലിൽ നിന്നും വാങ്ങരുതെന്ന്. ഇപ്പൊ ഈ സൈബർ സെക്യൂരിറ്റിക്കുള്ള ഈ ആന്റി വൈറസ് ഉണ്ടല്ലോ, അതൊക്കെ ഈ അമേരിക്ക എന്നൊക്കെ വരുന്നുണ്ട്, അതൊന്നും വാങ്ങരുത് പറയാം. കാരണം അതിൽ തന്നെ ഹാക്കിംഗ്
പിന്നെ എലിമെന്റ് ഒക്കെ ഇട്ടിട്ടായിരിക്കും അയക്കുന്നുണ്ടാവുക. ഇത് ഓരോ ആൾക്കാരുടെ കമ്പ്യൂട്ടറിൽ ലോഡാക്കുമ്പോഴേക്കും അവിടെ കണക്ഷൻ കിട്ടും. അപ്പൊ അതൊന്നും വാങ്ങരുത് എന്ന് പറയാണ്. അപ്പോ ഇറാനെ തകർക്കാൻ ഇറാന് ആരൊക്കെയാണ് സഹായിക്കുന്നത് അവരെ ആദ്യം തകർക്കുക എന്നതിന് ശേഷം മാത്രമേ ഇറാനെ തകർക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലായത് കൊണ്ട് ഇപ്പോൾ ഇനി ചൈനയുടെ നേരക്കാണ് ഈ ഇസ്രായേലും അമേരിക്കയും എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെഗാട്രണിൽ വന്ന ഒരു വാർത്ത, ഇറാൻ കണ്ടിന്യൂസ് ടു റിലീസ് വീഡിയോ ഫ്രം പ്രൊട്ടസ്റ്റേഴ്സ്. അതായത് ഇതൊക്കെ വീഡിയോ ഇട്ടാലേ അറിയാലോ. യൂട്യൂബ് പിന്നെ അത് ഇഷ്ടപ്പെടില്ല, മാത്രമല്ല പോളിസി വയലേഷൻ അത് പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതാണ് പിന്നെ കാറ് നിർത്തിയിട്ടേ, ഒന്നാമത്തത് പ്രക്ഷോഭകർ മുഴുവൻ മുഖംമൂടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് കാറ് സാധാരണ യാത്രക്കാരെ കാറ് തടുത്തു നിർത്തുക, നേരെ വലിച്ചു കൊണ്ടുപോയിട്ട് റോഡ് സൈഡിൽ ഇട്ടിട്ട് എന്തോ ഈ കോഴി നടക്കണ പോലെ കഴുത്തടച്ചെടുക്കുക. എന്ത് പ്രതിഷേധമാണ്, എന്ത് പ്രക്ഷോഭമാണ്. അപ്പൊ ആ വീടുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇറാനിയൻ അതോറിറ്റീസ് പുറത്തേക്ക് വിടുകയാണ്. മാത്രമല്ല ആ ആൾക്കാരൊക്കെ കൊന്നതിന് ശേഷം ആ കാറും തീട്ട് കത്തിക്കുകയാണ്. ഇത് ഇങ്ങനെയുണ്ട് ഒരു പ്രക്ഷോഭം. നമ്മളും കണ്ടിട്ട് പല പ്രക്ഷോഭമൊക്കെ. ഇങ്ങനത്തെ പ്രക്ഷോഭമൊക്കെ എവിടെയാണ് ലോകത്തുള്ളത്? ഇത് ശരിക്കും ഇറാന്റെ ശത്രുക്കൾ ഇറാനിലേക്ക് കയറി പറ്റിയതുപോലെയാണ് കാണുന്നത്. അങ്ങനെ തന്നെ ആണ് കേട്ടോ. ഒരുപാട് മൊസാദ് തലവന്മാരടക്കം ഇറാന്റെ അകത്ത് പിടിച്ചിട്ടുണ്ട്. അതിമാരകമാണ്. എന്നിട്ട് പിന്നെ അവരുടെ സൈഡ് എടുക്കാൻ കുറെ പിന്നെ അതേ ഇസ്രായേലും അമേരിക്കൻ തീവ്രവാദികളെ വിടും. എന്നിട്ട് ആ തീവ്രവാദികളെ വല്ലതും ചെയ്താൽ അവിടുത്തെ സാധാരണ ജനങ്ങളെ കൊല്ലുന്നേ പറഞ്ഞിട്ട് അതിൽ പോയിട്ട് പിന്നെ യുദ്ധം ലിബിയയിൽ ചെയ്ത പോലെ. പക്ഷെ ലിബിയയിൽ ചെയ്ത രീതി, ഇറാഖിൽ ചെയ്ത രീതി തൽക്കാലം ഇപ്പൊ ഇറാനിൽ നടന്നില്ല എന്നുള്ളൊരു ദുഃഖ സത്യം അത് അംഗീകരിച്ചേ പറ്റൂ. ഇതല്ലേ ഇവിടെ RT.com റഷ്യ ടുഡേയിൽ വരെ വന്നിരിക്കുകയാണ്. ഇസീസ് രൂപത്തിലാണ് അവരുടെ അക്രമ രീതിയിലാണ് പിന്നെ ഈ അക്രമകാരികൾ, പ്രതിഷേധകർ എന്ന് സ്വയം വിളിക്കുന്ന ആൾക്കാർ ഇറാനിയൻ ജനങ്ങളെ വെട്ടി നുറുക്കി കൊന്നത്. പോലീസ് സ്റ്റേഷൻ തകർത്ത് പോലീസുകാരുടെ കഴുത്തറുത്തെടുത്തു, ഒരുപാട് പോലീസുകാരുടെ. എന്നിട്ട് തിരിച്ചൊന്നും ചെയ്യരുത് എന്ന് അമേരിക്കയിൽ നിന്ന് തിട്ടൂരം വരികയാണ്. അത് അമേരിക്കയിൽ അവിടെ പറഞ്ഞാൽ മതി, അവിടെ വൈറ്റ് ഹൗസിൽ പറഞ്ഞാൽ മതി. പിന്നെ യുദ്ധം എല്ലതും റെഡിയതിന്റെ ശേഷം 2 കാരണങ്ങൾ കൊണ്ടാണ് ട്രംപ് അവസാന നിമിഷം ഈ യുദ്ധത്തിൽ നിന്ന് പിൻവലിഞ്ഞത്. അതെന്താണ് 2 കാരണം എന്നിവിടെ പറയാണ്. ഒന്ന്, ഇറാൻ അതിശക്തമായിട്ട് ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ഒരു പിഴവ് വരാത്ത ഒരുക്കം എന്നുവെച്ചാൽ ഇങ്ങോട്ട് ആക്രമിക്കാൻ ഒരു തരത്തിലും സാധ്യമല്ല. ആ രീതിയിൽ അവരുടെ സെക്യൂരിറ്റി എല്ലാം കൂടി അടച്ചു കളഞ്ഞു. ഇറാന്റെ അതിർത്തികൾ അടച്ചു കളഞ്ഞു, ആകാശ അതിർത്തിയും കരതിർത്തിയൊക്കെ അടച്ചു കളഞ്ഞു. അത് കാരണം കഴിഞ്ഞ തവണത്തെ പോലെ ഇങ്ങനെ വന്നിട്ട് സുഖമായിട്ട് ബോംബിട്ട് തിരിച്ചു വന്നും പറ്റൂല. അതൊന്ന്. രണ്ടാമത്തേത്, ദ ഫിയർ ഓഫ് ഇറാൻസ് ഹാർഷ് ആൻഡ് പവർഫുൾ റിറ്റാലിയേഷൻ. ഇറാന്റെ അതിശക്തമായ തിരിച്ചടി ഉണ്ടാവും എന്ന് കണ്ടതുകൊണ്ട് കൂടിയാണ് ഈ 2 കാരണം ഈ യുദ്ധം വേണ്ടാന്ന് ട്രംപ് അവസാന നിമിഷം തീരുമാനിച്ചത്. പിന്നെ ഒരു കാരണം കൂടി ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ തന്നെ പറയാം. പിന്നെ കഴിഞ്ഞ തവണയും ഇതേപോലെ തന്നെയാണല്ലോ ഈ മൊസാദ് ചാരന്മാരെ പിന്നെ ആ യുദ്ധം ഉണ്ടായ സമയത്ത് മറ്റേ യുദ്ധവിമാനങ്ങൾ അടിച്ചു വീഴ്ത്തുന്ന മിസൈലുകളുണ്ടല്ലോ, ആ മിസൈലുകൾ തന്നെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഒക്കെ തകർത്ത് കളഞ്ഞു ഡ്രോണുകൾ വെച്ചിട്ട്. അപ്പൊ പിന്നെ ആ വിമാനങ്ങൾ അടിച്ചു വീഴ്ത്താൻ പറ്റൂലല്ലോ. അത് കഴിഞ്ഞ തവണ. പക്ഷെ ഈ തവണ അതും നടക്കൂല. കാരണം എല്ലാ മൊസാദ് ചാരന്മാരെയും ഈ പ്രക്ഷോഭത്തിൽ കൂടെ തന്നെ എല്ലാവരെയും പിടിച്ചു കൊന്നു കളഞ്ഞു. അപ്പൊ അവിടെ ഇറാന്റെ ഉള്ളില് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ട്. പിന്നെ ചാരന്മാര്, രാജ്യദ്രോഹികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈ ജാതി രാജ്യദ്രോഹികൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് വെനിസുലയിലത്തെ പ്രസിഡന്റിനെ ഒരു രാജ്യം തട്ടിക്കൊണ്ടുപോകുന്നു അമേരിക്ക. ആ അമേരിക്കത്തെ പ്രസിഡന്റിന് ഇതേ വെനിസുലയിലത്തെ ഒരു പ്രതിപക്ഷ പാർട്ടിക്കാരി സ്വന്തം നോബൽ സമ്മാനം എടുത്തു കൊടുക്കണം ട്രംപിന്. ഇത് നീ എടുത്തോ, നീയാണ് ശരിക്കും ഇതിന് അവകാശി എന്നും പറഞ്ഞിട്ട് എടുത്തണ്ട് കൊടുത്തു അല്ലേ. വെനിസുലൻ നോബൽ വിന്നർ ഗിഫ്റ്റ് ഹർ മെഡൽ ടു ട്രംപ്. എന്നിട്ട് ആ നാണം കെട്ടവനാണെങ്കിലോ 2 കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. വേറെ ആരെങ്കിലും സ്വീകരിക്കുമോ? അത് നിന്റെയാണ്, നീ വെച്ചോ, ഞാൻ വേറെ നോക്കിക്കോളാം, ഞാന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നോബൽ സമ്മാനം നേടിക്കോളാം എന്നാണ് ആണുങ്ങൾ പറയാം, നട്ടല്ലുള്ളവർ പറയാം. ഇത് നാണം മാനില്ല. ആ സ്ത്രീയുടെ അടുത്ത് ആ മെഡൽ വാങ്ങി വെച്ചിട്ട് വലിയ പൊങ്ങച്ചം പറയാം. അപ്പൊ ഇതാണ് എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, നാണം കെട്ടവർക്ക് അതിനേക്കാൾ നാണം കെട്ട സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ പോലെയാണ് സംഭവം നടക്കുന്നത്. അപ്പൊ ഇത് രാജ്യദ്രോഹിയാണ് അല്ലേ. സ്വന്തം രാജ്യത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയ ശത്രുക്കൾക്ക് അവാർഡ് മെഡൽ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞാല് ആ സ്ത്രീനെ തൂക്കിക്കൊല്ലണം. അപ്പൊ ആ രാജ്യം തന്നെ ഉടുപ്പില്ലാത്തൊരു രാജ്യം തോന്നുന്നുണ്ട്. ഓൺ ദ സ്പോട്ടാ ഈ സ്ത്രീനെ തൂക്കിക്കൊല്ലണം. രാജ്യദ്രോഹമാണ് ചെയ്തത്. പക്ഷെ ഒരു പ്രശ്നമില്ല, ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ട് അവിടെ. അതായത് റഷ്യയും ഇറാന്റെ ഈ ഒരു പാശ്ചാത്യ ശക്തികൾ
ഇസ്രായേലും അമേരിക്കയും ഇടപെട്ടതിനെ കുറിച്ച് പിന്നെ പറയാണ്. അതായത് ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, വീണ്ടും അമേരിക്കക്കും ഇസ്രായേലും താല്പര്യമുള്ള രീതിയിൽ ഒരു രാജ്യത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് കൈകടത്തി അവിടെ സമാധാന അന്തരീക്ഷം തകർത്ത് അങ്ങനെ എല്ലതും തകർത്ത് തരിപ്പണമാക്കിയിട്ട് പിന്നെ ആ രാജ്യം പിടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് എന്ന് പറയാണ്. എന്നിട്ട് അതിനെ എന്താ ചെയ്യണത്? പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക, വ്യാജ പ്രക്ഷോഭം, പിന്നെ ആക്രമങ്ങളും, പിന്നെ പോലീസുകാരനൊക്കെ അതിക്രൂരമായിട്ട് കൊന്നൊടുക്കിയിട്ട് മുഴുവൻ തീവെപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. ആ സമയത്ത് തീവെപ്പ് നടക്കുമ്പോൾ അവിടെ പാവം ജനങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞ് ബോംബിടുക. ബോംബിടുമ്പോൾ എല്ലാവരും കൊല്ലും, ബോംബിടുമ്പോൾ പിന്നെ എല്ലാവരും ചാവുമല്ലോ. അപ്പൊ പിന്നെ ആ സമയത്ത് പിന്നെ സ്നേഹമൊന്നും ഉണ്ടാവില്ല ഇറാനികളോട്. ഇത് അമേരിക്ക ഇസ്രായേലിന്റെ കാര്യം പറയാണ്. ആ തന്ത്രമാണ് ഉപയോഗിക്കാൻ നോക്കിയിരുന്നത്. പക്ഷെ അത് അതിമാരകമായ ക്രൂരതയാണെന്നാണ് പിന്നെ റഷ്യക്കാരുടെ അഭിപ്രായം. കുട്ടികളെ വരെ പ്രക്ഷോഭകർ വെറുതെ വിട്ടില്ല, കഴുത്തറുത്ത് കൊന്നു എന്ന് പറയാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ഇസ്രായേലും അമേരിക്കയും ആണ് എന്ന് പറഞ്ഞ് യുണൈറ്റഡ് നേഷൻസിൽ പ്രതികരിക്കുകയാണ്. പിന്നെ 2 വർഷമായി നെതന്യാഹു 70,000-ലധികം കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഗാസയിൽ കൊന്നൊടുക്കി. സത്യല്ലേ? എല്ലാവരും കണ്ടതുമാണ്. എന്നിട്ടും അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ ഭരണകൂടങ്ങളിൽ നിന്ന് ഒരു അപലപനം പോലും ഉണ്ടായില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ, മിണ്ടാട്ടല്ലോ ആർക്കും. 2 കൊല്ലമാണ് ഇഞ്ചിഞ്ചായിട്ട് ബോംബിട്ടത്. 70,000 എന്നുള്ളത് ഒരു അക്കം മാത്രമാണ്. അവിടെ 3.5 ലക്ഷത്തിൽ പരം ആൾക്കാരെ കൊന്നു എന്നാണ് പറയുന്നത്. മരിക്കുക അങ്ങനെ ബോംബിട്ടിരിക്കണത്, ഒന്നും ബാക്കിയില്ലല്ലോ. അപ്പോ അത്രയും അതൊക്കെ 2 കൊല്ലം ചെയ്യുമ്പോഴും ഇതേ അമേരിക്കക്ക് ഒരു ചലനം പോലും ഉണ്ടായില്ല. യൂറോപ്പിലത്തെ ഒരു രാജ്യം വേണ്ടിയിട്ടില്ല. പക്ഷേ എന്നാൽ ഇറാനിൽ അമേരിക്കൻ സയനിസ്റ്റ് തീവ്രവാദികൾ നിരപരാധികളായ ഇറാനികളെ കൊല്ലുമ്പോൾ പെട്ടെന്ന് ട്രംപും യൂറോപ്പും ആക്രമണത്തെക്കുറിച്ച് ആകുലപ്പെടുന്നു, വിമർശിക്കുന്നു, പ്രതികരിക്കുന്നു, ബോംബിടുന്നു പറയുന്നു, ഞങ്ങൾ ആക്രമിക്കുന്നു പറയുന്നു. അങ്ങനെ പ്രസ്താവനകളും ഭീഷണികളും പുറപ്പെടുവിക്കുന്നു. അവരുടെ കാപട്യം കൂടുതൽ കാണിക്കുന്നു. കപട ലോകം എന്ന് പറയാം, കപട ലോകം എന്നും പറയാം, പിന്നെ കപട പാശ്ചാത്യർ അങ്ങനെയും പറയാം. കണ്ടേ, വളരെ വ്യക്തമാണ്. ഇറാനില് അവിടെ സമാധാനത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആ സർക്കാരിനെ പോയിട്ട് ആക്രമിക്കുക, സർക്കാർ തിരിച്ചാക്രമിക്കുമ്പോൾ എല്ലാവർക്കും വേദന, എല്ലാവർക്കും കണ്ണീര്. അപ്പൊ 2 കൊല്ലം ഗാസയിൽ ഇസ്രായേൽ ചെയ്തതോ? അപ്പൊ ഇതാണ് പറഞ്ഞത്, ഇത് ആരോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇതൊക്കെ ആവർത്തിച്ച് ചരിത്രത്തിൽ കൂടെ നമ്മൾ കാണുന്നതാണ്. ഇസ്രായേൽ, അമേരിക്ക, യൂറോപ്പ് അവർക്ക് മോഷ്ടിക്കണം. അതിലൊരു രാജ്യം 1-2 രാജ്യം അതിൽ കൂടുതൽ കിട്ടിയാൽ നല്ലത്. ആ മോഷണം നടന്നുകൊണ്ടേയിരിക്കണം, അതിൽ തടസ്സം വരരുത്. ആ തടസ്സം വന്നാൽ പിന്നെ അവർ തുടങ്ങും എല്ലാ കാര്യത്തിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ. ഇപ്പൊ ആഫ്രിക്കയില് ഓരോരോ രാജ്യങ്ങളായിട്ട് വിദേശികളെ ചവിട്ടി പുറത്താക്കുകയാണ്. ബുർക്കിനോ ഫാസോ, മാലി, പിന്നെ അതുപോലെ തന്നെ അവരുടെ പിന്തുടർന്നുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ. അപ്പോ ഒന്നും മോഷ്ടിക്കാൻ പറ്റുന്നില്ല യൂറോപ്യൻസിനും അമേരിക്കക്കാർക്കും. അപ്പൊ അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. അവിടെ ഇപ്പൊ നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു പറഞ്ഞിട്ട് പിന്നെ അവിടെ കുറച്ച് ബോംബിട്ട് നോക്കി, ഒരു രക്ഷയില്ല. അവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്, അവിടെയും ഇപ്പം ഒന്നിച്ചാൻ പറ്റാതായി. നോക്കുമ്പോൾ അവിടെ ക്രിസ്ത്യാനികളെയും കൊല്ലുന്നില്ല, ആരെയും കൊല്ലുന്നില്ല. അവിടെ എല്ലാവരും നല്ല രീതിക്കാണ്, നല്ല സൗഹാർദ്ദത്തിൽ പോകുന്നുണ്ട് എല്ലാവരും. അപ്പൊ അവിടെ നടക്കുന്നില്ല. ക്രൂഡ് ഓയിൽ മോഷ്ടിയില്ലാട്ടോ ലക്ഷ്യം. പിന്നെ ബുർക്കിനോ ഫാസയിൽ മറ്റേ ഇബ്രാഹിം ടോറിനെ കൊല്ലാൻ നോക്കി, അർദ്ധരാത്രിക്ക് ഇതേപോലെ പൊക്കിക്കൊണ്ടുപോയിട്ട് കൊല്ലാൻ നോക്കി. അത് നടന്നില്ല. അവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന്. ഇറാനിൽ നോക്കി ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന്. അപ്പൊ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി പിന്നെ ഇവരുടെ കളി നടക്കില്ല എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം. ലിബിയയിലും ഇറാഖിലും സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ സിറിയയിലും ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നില്ല. എല്ലാവരും ഗ്രൂപ്പായിട്ട് പിരിഞ്ഞ് എല്ലാവരും ദുർബലരായി. അതുകൊണ്ടാണ് ആ രാജ്യങ്ങളൊക്കെ പരാജയപ്പെട്ടത്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം മോഷണം, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, ശത്രുക്കളെ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചിട്ട് എല്ലാവരും അടിമപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി എല്ലാവരും കയ്യിലാക്കുക. ഇനി ഇറാൻ തകർന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലത്തെ എല്ലാ മുസ്ലിം രാജ്യങ്ങളും അടിമപ്പെട്ടേ പറ്റൂ. കാരണം ഉദാഹരണം എടുക്കല്ലേ, ഇറാഖിനെ ഞങ്ങൾ നശിപ്പിച്ചു, ഇറാനെ നശിപ്പിച്ചു, സിറിയനെ നശിപ്പിച്ചു, ഞങ്ങൾക്കെതിരെ നിന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് മര്യാദക്ക് നിന്ന് പറഞ്ഞ് എല്ലാവരും പേടിച്ച് പറിച്ച് ഇപ്പൊ തന്നെ എല്ലാവരും പേടിച്ചിട്ടാണുള്ളത്. അപ്പോ അതിനാണ് ഇറാൻ പറഞ്ഞ് പിന്നാലെ നടക്കുന്നത്. പക്ഷെ ഇറാൻ ആണെങ്കിലോ വിട്ടുകൊടുക്കുന്നുമില്ല. ഇതാണ് മറ്റൊരു കാരണം. ഇതാണ് ഞാൻ പറയാമെന്ന് ഞാൻ പറഞ്ഞത്. എന്താണ്? അതായത് മിനിഞ്ഞാന്ന് യുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കം കഴിഞ്ഞ് അമേരിക്ക അങ്ങനെ ബോംബിടാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. യാത്രാ വിമാനങ്ങൾ നിർത്തി അങ്ങോട്ടാക്കി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടു. പെട്ടെന്ന് ട്രംപ് യുദ്ധം നിർത്താനുള്ള കാരണം എന്താ അറിയോ? യുദ്ധം ചെയ്യാതിരിക്കാനുള്ള കാരണം. നെതന്യാഹു വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മുഴുവൻ ഒരുക്കങ്ങൾ നടന്നിട്ടില്ല. കാരണം ഇറാനിൽ നിന്ന് 1000 മിസൈൽ ഒന്നിച്ചയക്കുന്നാണ് പറയുന്നത്. അത് തടയാനുള്ള ഒരു സജ്ജീകരണം ഇവിടെ ഇല്ല. അതുകൊണ്ട്
പിന്നെ ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. കാരണം അങ്ങോട്ട് ചെയ്താലല്ലേ ഇങ്ങോട്ട് ചെയ്യുള്ളൂ, അല്ല ആദ്യമൊന്നും ആക്രമിക്കൂലല്ലോ. അപ്പൊ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോ ട്രംപ് പിന്നെ നെതന്യാഹു എന്ത് പറയാലും ട്രംപ് അംഗീകരിക്കല്ലോ. അങ്ങനെ നിർത്തിയതാണ് എന്നാണ് ഈ വാർത്ത പറയുന്നത്. അമേരിക്ക ഒരു ബോംബ് ഇട്ടാലും 100 ബോംബ് ഇവിടെ വന്ന് വീഴും ഇസ്രായേലിൽ. അപ്പോൾ തൽക്കാലം പിടിച്ചെടുക്കാൻ പറഞ്ഞ് അങ്ങനെ ക്യാൻസലാക്കി എന്നാണ് പറയുന്നത്. ഇതായിരിക്കാം പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ, അത് മൊത്തം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഈ ഒരു സംഘർഷത്തിന്റെ അപ്ഡേറ്റ്. ഇറാൻ എന്ന് പറയുന്നത് ഇറാഖ് അല്ല, സിറിയ അല്ല, ലിബിയ അല്ല. ഇത് ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാലഘട്ടമാണ്. ഇത് 2025 അല്ല 2002 അല്ല. അത് ഈ ഇസ്രായേലും അമേരിക്കയും ഓർത്താൻ നല്ലത്. ഇപ്പൊ 2025 പിന്നെ മുട്ടി നോക്കിയത് ഇറാനെ തകർക്കാൻ പറ്റുമോന്ന്. അവിടെ ഇസ്രായേലത്തെ ഒരുവിധം സാധനമൊക്കെ തകർന്ന് തരിപ്പണമായി, ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് തരിപ്പണമായി. അവരുടെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ചാമ്പലായി. അതൊക്കെ ഇപ്പോൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ എത്ര ബില്യൺ ഡോളർ വേണമെന്ന് പറയുന്നു. അപ്പോൾ 2025 പരീക്ഷിച്ച് മാറ്റിവെച്ച സംഗതി ഇനി വീണ്ടും 2026 എടുക്കാനുള്ള പരിപാടിയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇറാനെ തകർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ, അമേരിക്കയുടെ സ്വപ്നങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പൂവണിയാൻ പോകുന്നില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.